ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൊസ്റ്റു സാധനമാണ് കേട്ടോ. കുഞ്ഞാവയ്ക്ക് അമൃതം പൊടി കൊണ്ടുവന്ന് കുഞ്ഞാവ കഴിക്കുന്നേയില്ല. അപ്പം കുറച്ചൊക്കെ കൊടുത്ത് നോക്കി. നമ്മൾ കുറച്ച് അമൃതം പൊടിയിലാണ് ഇന്നത്തെ കാര്യം ചെയ്തത്. നമുക്കിന്ന് അരിച്ചെടുക്കാം. നമുക്കതിലൊക്കെ കുറച്ച് ഉപ്പിടാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ ഒരെണ്ണത്തിലാക്കിയെടുക്കാം. ഇനി നമ്മൾ തേങ്ങ തിരുമ്മിയിട്ടുണ്ട്. തേങ്ങയും പഞ്ചസാരയും പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ ഈ സംഭവം ഉണ്ടാക്കുമ്പം തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് ഒരു ലാസ്റ്റ് ആകുമ്പം ഈ പാത്രത്തിൽ കുറച്ച് തേങ്ങയും പഞ്ചസാരയും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, അതും പിന്നെ ഇച്ചിരി തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് തരും. അത് തിന്നാൻ വേണ്ടി ഞാനും ചേച്ചിയും അടിയായിരുന്നു. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ നല്ല ഓർമ്മകളല്ലേ. ഈ സാധനം എണ്ണ തൂക്കുന്ന സാധനം ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാനിത് ചെയ്ത് നോക്കുമ്പോൾ ദോശക്കല്ലിൽ നിന്ന് ദോശ ഇളകി വരത്തില്ലായിരുന്നു. ഇപ്പം ആണെങ്കിൽ അടിപൊളിയായിട്ട് ദോശ അടിപൊളിയായിട്ട് ഇളകി വരും. നല്ലൊരു ദോശയുടെ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടി. ഇതിന് നല്ല ചൂടായ കല്ലിലേക്ക് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ട് നമ്മൾ ഒരു തവി മാവ് കൊഴിച്ച് പരത്തി നമ്മൾ രണ്ട് സൈഡും വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് തേങ്ങയും പഞ്ചസാരയുടെ മിക്സ് വെക്കാവുള്ളൂ കേട്ടോ. നിങ്ങൾ ഒരുപാട് അങ്ങ് ട്രൈ ആയി പോകരുത്. ജസ്റ്റ് ഒരു സോഫ്റ്റ്നെസ് വേണം. സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിലേ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കത്തുള്ളൂ. ഞാൻ എന്തെന്ന് പറയുമ്പോൾ പണ്ട് അമ്മ ഇത് ഉണ്ടാക്കി തരുമ്പം ഇതിൻ്റെ ഈ ഒരു സൈഡിലേ മധുരം വയ്ക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലെ മധുരം മാത്രം നിന്നിട്ട് പിന്നെ ഈ തേങ്ങയും പഞ്ചസാര മാത്രം നിന്നിട്ട് ഈ ദോശ മാറ്റി വയ്ക്കുമായിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ സൂപ്പർ പവർ കിട്ടി. ഇപ്പം ഞാൻ കൈ കൊണ്ടാണ് ഈ ചൂട് സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അമ്മ എന്ന് പറയുന്ന സൂപ്പർ പവർ എനിക്കും കിട്ടിയിരിക്കുന്നു ഗായ്സ്. ഓക്കേ.